ആടുജീവിതം എന്ന് പറയുന്ന നോവൽ വായിക്കാത്തവരായി നമ്മിൽ ആരും തന്നെ ഉണ്ടാവില്ല. വർഷങ്ങൾക്ക് മുമ്പ് നജീബ് എന്ന സഹോദരൻ തൻ്റെ വീട്ടിലെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാറ്റുവാനായി പ്രവാസലോകത്തേക്ക് പോവുകയുണ്ടായി. അവിടെ വെച്ച് ആ സഹോദരൻ അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഥയാണ് ആടുജീവിതം എന്ന നോവലിലൂടെ ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ ഈ ലോകത്തിന് വരച്ചു കാട്ടിയത്. നജീബ് എന്ന സഹോദരൻ അവിടെ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും ഒട്ടനവധിയായിരുന്നു. കണ്ണീരോടുകൂടിയല്ലാതെ ഒരു മനുഷ്യനും ആ കഥ വായിച്ചു തീർക്കാനാവുകയില്ല. എന്നാൽ ഇപ്പോൾ അതൊരു സിനിമയായി പുറത്തു വന്നിരിക്കുകയാണ്. പൃഥ്വിരാജ് എന്ന നടനാണ് അതിൽ നജീബായി അഭിനയിക്കുന്നത്. എന്നാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് AR റഹ്മാനും പൃഥ്വിരാജും തമ്മിലുള്ള ഒരഭിമുഖമാണ് ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ പ്രമോഷന് വേണ്ടി പൃഥ്വിരാജ് AR റഹ്മാനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം ചോദിച്ചു, ഇത്രയധികം പ്രയാസമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നജീബ് എന്ന ആ സഹോദരൻ ആത്മഹത്യ ചെയ്യാതിരുന്നത് എന്ന് പൃഥ്വിരാജ് AR റഹ്മാനോട് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് അതിന് മറുപടിയായിട്ട് AR റഹ്മാൻ അവിടെ നിന്ന് പറഞ്ഞത്, പരിശുദ്ധ ഇസ്ലാമിൻ്റെ മഹത്തായ അധ്യാപനം എന്താണെന്ന് ലോകർക്ക് ആ ഒരു മറുപടിയിലൂടെ വരച്ചു കാണിക്കുകയാണ് ഉണ്ടായത്. അവിടെ നിന്ന് AR റഹ്മാൻ പൃഥ്വിരാജിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുകയുണ്ടായി. അദ്ദേഹം ആത്മഹത്യ ചെയ്യാതിരുന്നതിന് കാരണം ഇസ്ലാമിൽ ആത്മഹത്യ ഹറാമാണ്. മുസ്ലിമായ ഒരാൾ ആത്മഹത്യ ചെയ്താൽ അന്ന് വരെ ചെയ്ത എല്ലാ പ്രാർത്ഥനകളും അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളും ആത്മഹത്യ ചെയ്തത് കാരണമായി ഇല്ലാതെയാകും. എത്ര മനോഹരമായിട്ടാണ് AR റഹ്മാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തത്. ചോദിക്കുന്ന വ്യക്തിയും പറയുന്ന വ്യക്തിയും ആരോ ആയിക്കൊള്ളട്ടെ, അതൊന്നും നാം നോക്കേണ്ടതില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. 100% കൃത്യമായിട്ടാണ് അദ്ദേഹം അതിന് മറുപടി കൊടുത്തത്. പരിശുദ്ധ ദീനിൽ ആത്മഹത്യ തികച്ചും തെറ്റാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയാസഘട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്തും നാം എല്ലാം റബ്ബിൽ അർപ്പിച്ച് ജീവിതം മുന്നേറുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകുന്നത്. ചെറിയൊരു പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ആത്മഹത്യക്ക് മുതിരുകയല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാകും. നമ്മുടെ മുൻകഴിഞ്ഞ നബിമാരും അമ്പിയാക്കളും അവരെല്ലാം ഈ ലോകത്ത് ജീവിച്ച സമയത്ത് ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചവരാണ്. പ്രയാസ സമയത്ത് ക്ഷമിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ഇഹലോകത്തും പരലോകത്തും നമുക്ക് വിജയിക്കാൻ സാധിക്കും. അല്ലാഹു തആല 2 ലോകത്തും വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.